നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് തുടങ്ങുമ്പോൾ ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതും കൂടി പറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ വിഷ്ണു പൂജ വഴിപാട് നടത്തിയിരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പള്ളിക്കുന്ന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തുന്നത്. പള്ളിക്കുന്നിലെ ക്ഷേത്രവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഭക്തനാണ് വഴിപാട് നടത്തുന്നത്. പിണറായി വിജയൻ ജ്യോതി നക്ഷത്രം എന്ന പേരിലാണ് വഴിപാട് ചീട്ട്. 250 രൂപയാണ് വഴിപാട് തുക. ഞായറാഴ്ച വഴിപാട് ചീട്ടാക്കിയെങ്കിലും വോട്ടെണ്ണൽ ദിവസമായ തിങ്കളാഴ്ചയാണ് പൂജ. അതായത് ഇന്നാണ് പൂജ നടക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന അതേ ദിവസം തന്നെയാണ് പൂജ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ വിധിയെഴുത്ത് അറിയാൻ കാത്തിരുന്ന് മുന്നണി നേതാക്കൾ. ഇതിനിടയിൽ കളമശ്ശേരിയിൽ സ്ട്രോങ് റൂമിന്റെ താക്കോൽ കാണാനില്ലാത്തതിനെ തുടർന്ന് സ്ട്രോങ് റൂം പൊളിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. എവിടെ പോയി താക്കോൽ എന്നുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് തന്നെ തങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിലേക്ക് മടങ്ങി. CPM ആസ്ഥാനമായ AKG സെന്ററിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഉണ്ടാകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടി ആസ്ഥാനമായ മരാർജി ഭവനിലാണ് ഉണ്ടാവുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലാണുള്ളത്. അദ്ദേഹം മത്സരിച്ച പറവൂരിലേക്ക് പോകുന്നത് നിശ്ചയിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരെല്ലാം കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉണ്ടാകും. സണ്ണി ജോസഫ് ഉച്ചയോടെ കണ്ണൂരിലേക്ക് മടങ്ങും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC ആസ്ഥാനത്തുണ്ടാകും. UDFന് വിജയം ഉറപ്പാക്കിയാൽ സർക്കാർ രൂപവൽക്കരിക്കാനുള്ള രാഷ്ട്രീയ നടപടിയിലേക്ക് കടക്കാനുള്ള ഒരുക്കങ്ങളും കോൺഗ്രസ് തുടങ്ങി. ചൊവ്വാഴ്ച സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നേക്കും. മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് നൽകണം എന്നതിലായിരിക്കും പ്രധാന തർക്കം. ഇതിനെ കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായത്തിനൊപ്പം ഘടകകക്ഷികളുടെ അഭിപ്രായവും കേൾക്കാൻ സാധ്യതയുണ്ട്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ച ചേരും. കണ്ണൂരിൽ തങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. അന്ന് അവസാന മന്ത്രിസഭാ യോഗവും നിശ്ചയിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി MA ബേബി ഡൽഹിയിലാണുള്ളത്. LDFന് വിജയം ഉറപ്പായാൽ അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലാകും ചൊവ്വാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. നിയമവും കഴക്കൂട്ടവും ഉറപ്പായി ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. അതിനാൽ ആഘോഷിക്കാൻ അവരും തയ്യാറെടുപ്പിലാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പും BJP നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേരളത്തിൽ വന്ന് നേരിട്ടുള്ള പ്രചാരണമാണ് നടത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. അതേസമയം 10 വർഷത്തിന് ശേഷം ഒരു മടങ്ങിവരവ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. തുടർ ഭരണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് LDF. നമുക്ക് കാത്തിരുന്ന് കാണാം. വെറും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. അതിനുള്ളിൽ 9 മണിയോടുകൂടി തന്നെ ഏകദേശം ഒരു റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും.